ഹായ് കൂട്ടുകാരെ, ഏവർക്കും 4ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന പാഠത്തിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ബീജപത്രങ്ങളെക്കുറിച്ചും ബീജമൂലത്തെക്കുറിച്ചും ബീജശീർഷത്തെക്കുറിച്ചെല്ലാം പഠിച്ചു അല്ലേ? എന്താണ് ബീജമൂലം? ഓർമ്മയുണ്ടോ? വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ബീജമൂലം എന്ന് പറയുന്നത്. ആ ബീജമൂലം എന്തായിട്ടാണ് മാറുന്നത്? വേരായിട്ടാണ് മാറുക അല്ലേ? ബീജമൂലം വേരായി മാറുന്നു. ഓർമ്മയുണ്ടല്ലേ മക്കള്? ഇനി എന്താണ് ബീജശീർഷം? എന്താണ്? ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ചെടിയുടെ കാണ്ഡമായി മാറുന്ന ഭാഗമാണെന്ത്? ബീജശീർഷം. അപ്പോൾ ചെടിയുടെ കാണ്ഡമായി മാറുന്നത് എന്താണ്? ബീജശീർഷമാണ് ചെടിയുടെ കാണ്ഡമായിട്ട് മാറുന്നത്. വേരായി മാറുന്നത് ബീജമൂലമാണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ബീജമൂലത്തിനും ബീജശീർഷത്തിനും വിത്തിൽ നിന്ന് മുളച്ചു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ പറഞ്ഞത് ബീജപത്രത്തിൽ നിന്നും. എവിടെ നിന്നാണ്? ബീജപത്രത്തിൽ നിന്നാണ് അവയ്ക്ക് ആവശ്യമായ ആഹാരം ലഭിക്കുന്നത്. മനസ്സിലായോ? എല്ലാ ചെടിയിലും ബീജപത്രങ്ങൾ ഒരേപോലെയാണോ? ഒരേ എണ്ണമാണോ ഉള്ളത്? അല്ല അല്ലേ? ചില ചെടിയിൽ ഒരു ബീജപത്രമേ ഉണ്ടാവുള്ളൂ, ചില ചെടിയിൽ 2 ബീജപത്രം ഉണ്ടാവും. അപ്പം അങ്ങനെ ബീജപത്രങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സസ്യങ്ങളെ 2ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഏക ബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും. നമ്മളിതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടെ കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഏക ബീജപത്ര സസ്യങ്ങൾ? എന്താണ്? ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. 2 ബീജപത്രങ്ങളുള്ള സസ്യങ്ങൾ എന്ത് പറയുന്നു? ദ്വിബീജപത്ര സസ്യങ്ങൾ എന്നാണ് പറയുന്നത്. മനസ്സിലായോ മക്കളെ? ചെടികൾ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെയാണ് ഏക ബീജപത്ര സസ്യങ്ങളെന്നും ദ്വിബീജപത്ര സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ? ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ചിട്ട് അതിൽ ഏതൊക്കെയാണ് ഏക ബീജപത്ര സസ്യങ്ങളെന്നും ദ്വിബീജപത്ര സസ്യങ്ങൾ ഏതൊക്കെയാണെന്നും മക്കളെ കണ്ടെത്തണം കേട്ടോ. റെഡിയല്ലേ? അപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച് സസ്യങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ട് അതിലേതൊക്കെയാണ് ഏക ബീജപത്ര സസ്യങ്ങൾ, ദ്വിബീജപത്ര സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു ലിസ്റ്റ് എഴുതിയിട്ട് വരണം. നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി പ്രകൃതി അടക്കം ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. മഴയൊക്കെ പെയ്ത് ഇപ്പോൾ ചെടികളൊക്കെ മുളച്ച് വരുന്ന ടൈമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രവർത്തനം ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ പൗസ് ചെയ്ത് വേഗം പോയി നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെല്ലാം നിരീക്ഷിക്കണം. ഓക്കെ? മക്കൾ കണ്ടെത്തിയോ? നിങ്ങൾ കണ്ടെത്തിയത് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നോക്കൂ, നിങ്ങൾ കണ്ടെത്തിയത് ശരിയാണോ നോക്കൂ. ഏക ബീജപത്ര സസ്യങ്ങളുടെ കുറച്ച് പേരുകൾ മാഷ് പറഞ്ഞുതരാം. നോക്കേ: നെല്ല്, ഇഞ്ചി, മഞ്ഞൾ, പുല്ല്, വാഴ, ചോളം, ഏലം, ഉള്ളി, കരിമ്പ് എന്നിവയൊക്കെ എന്താണ്? ഏക ബീജപത്ര സസ്യങ്ങളാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ. നെല്ല്, ഇഞ്ചി, മഞ്ഞൾ, പുല്ല്, വാഴ, ചോളം, ഏലം, ഉള്ളി, കരിമ്പ് എന്നിവയൊക്കെ ഏക ബീജപത്ര സസ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പേരുകളൊന്ന് വായിച്ചു നോക്കിയാലോ. നോക്കിയേ: പയറ്, ചെറുപയർ, മുളക്, റബ്ബർ, കാപ്പി, തേക്ക്, മത്തൻ എന്നിവയൊക്കെ എന്താണ്? ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പം എന്തൊക്കെയാണ്? പയർ, ചെറുപയർ, മുളക്, റബ്ബർ, കാപ്പി, തേക്ക്, മത്തൻ എന്നിവയൊക്കെ ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നോക്കൂ മക്കളെ, കുറച്ച് സസ്യങ്ങളുടെ ചിത്രം കാണിച്ചു തരാം മാഷ്. കുറച്ച് വിത്തുകളുടെയും സസ്യങ്ങളുടെയൊക്കെ ചിത്രം. അത് നോക്കിയിട്ട് അത് ഏക ബീജപത്ര സസ്യമാണോ ദ്വിബീജപത്ര സസ്യമാണോ എന്ന് കണ്ടെത്തിയിട്ട് അത് പട്ടികപ്പെടുത്തണം. നോക്കിയേ, ഇതെന്താണിത്? അടയ്ക്കാമരം അല്ലേ? കവുങ്ങ്. പിന്നെയോ ഇത് തെങ്ങാണ് അല്ലേ? തേങ്ങയും തെങ്ങും. ഇനി മാവ്, മാങ്ങ അല്ലേ? ഇനി നോക്കൂ അടുത്തത് നെല്ല്. പിന്നെന്താണ്? ഇതെന്താ സാധനം? ചെറുപയറ്. പിന്നെ ചക്കക്കുരു അല്ലേ? ചക്ക, പ്ലാവിൻ്റെ ചെടിയും ചക്കക്കുരുവും. പിന്നെന്താ ഉള്ളത്? കശുവണ്ടി അല്ലേ? കശുവണ്ടി. പിന്നെയോ പുളിങ്കുരു, പുളിമരത്തിൻ്റെ കുരു. പിന്നെന്താ ഉള്ളത്? മത്തൻ.
ഇത്രയും ചെടികളുടെ പേരുകളാണുള്ളത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവ ഏകബീജപത്ര സസ്യമാണോ ദ്വിബീജപത്ര സസ്യമാണോ എന്ന് കണ്ടെത്തി എഴുതണം. മക്കളെ കണ്ടെത്തി എഴുതുമോ? ഒന്ന് നോട്ട് പുസ്തകം എടുത്തിട്ട് വേഗം ഒന്ന് എഴുതി നോക്കൂ. ഒന്ന് വേഗം എഴുതൂ. വീഡിയോ വേണമെങ്കിൽ ഒന്ന് പൗസ് ചെയ്ത ശേഷം ഇത് ഏകബീജപത്ര സസ്യമാണോ ദ്വിബീജപത്ര സസ്യമാണോ എന്ന് 2 കോളം വരച്ച് എഴുതണം കേട്ടോ. എഴുതി കഴിഞ്ഞ ശേഷം മാത്രം വീഡിയോ ബാക്കി കാണുക. എന്നിട്ട് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാം. എഴുതി കഴിഞ്ഞോ മക്കളെ? ഇനി മക്കൾ എഴുതിയത് ശരിയാണോ നോക്കിയാലോ. ആദ്യത്തെ എന്താണ്? കവുങ്ങാണ് അല്ലേ? ആദ്യത്തെ കവുങ്ങ് ഏതാണ്? ഏകബീജപത്ര സസ്യമാണ്. അപ്പോൾ അത് ആദ്യത്തെ കോളത്തിൽ എഴുതുക. ഈ രണ്ടാമത്തെ ചിത്രം എന്തായിരുന്നു നോക്കിയേ? തെങ്ങ്. തെങ്ങ് എന്താണ്? തെങ്ങും ഏകബീജപത്ര സസ്യത്തിൽപ്പെട്ടത് തന്നെയാണ് അല്ലേ തെങ്ങ്. ഇനി എന്താ ഉള്ളത്? അടുത്ത് നോക്കിയേ. മാങ്ങ അല്ലേ? മാവ്. മാവ് എന്തിലാ പെടുക? ദ്വിബീജപത്ര സസ്യത്തിലാണ് മാവ് പെടുക. ഇനി അടുത്ത് നോക്കൂ. നെല്ല്. നെല്ല് എന്തിലാ പെടുക? നെല്ല് ഏകബീജപത്ര സസ്യമാണ് അല്ലേ? അപ്പൊ നമുക്കത് ആദ്യത്തെ കോളത്തിൽ എഴുതാം. നെല്ല് അല്ലേ? ഏകബീജപത്ര സസ്യം. ഇനിയോ ചെറുപയർ അല്ലേ? ചെറുപയർ ഏതിലാ പെടുക? ചെറുപയർ ഏതിലായിരുന്നു നോക്കൂ. ദ്വിബീജപത്രം. ചെറുപയർ ദ്വിബീജപത്രത്തെ സസ്യത്തിലാണ് ചെറുപയർ പെടുക. ഇനി അടുത്ത ചിത്രം ഏതായിരുന്നു? പ്ലാവിന്റെ അല്ലേ? ചക്കക്കുരുവും പ്ലാവും അതെവിടെ പെടുക? ദ്വിബീജപത്ര സസ്യത്തിലാണ് പ്ലാവും പെടുക അല്ലേ? ഇനി ഏതാ അടുത്തത് നോക്കിയേ. അടുത്തത് ഏതാ? കശുമാവ്. കശുമാവ് ഏതാ പെടുക? അതും ഉറപ്പായിട്ടും ദ്വിബീജപത്ര സസ്യത്തിൽ തന്നെയാണ് പെടുക അല്ലേ മക്കളെ കണ്ടുപിടിച്ചതല്ലേ? ഇനി ഏത് ചിത്രം ഉള്ളത്? പുളിങ്കുരു അല്ലേ? പുളി ഏത് ബീജപത്രമായിരിക്കും? അതില് 2 ഉണ്ട് അല്ലേ? അപ്പൊ പുളി ദ്വിബീജപത്ര സസ്യങ്ങളുടെ കൂട്ടത്തിലാണ് പെടുക അല്ലേ മക്കളെ? ഇനി നോക്കൂ, ഏറ്റവും അവസാനത്തേത് ഏതാണ്? മത്തൻ അല്ലേ? മത്തൻ ഏതിലാ പെടുക? മത്തൻ ദ്വിബീജപത്ര സസ്യങ്ങളുടെ കൂട്ടത്തിലാണ് പെടുക. അപ്പൊ മക്കളും കണ്ടുപിടിച്ചത് ഇതുപോലെ തന്നെയാണോ? ഇതുപോലെയാണോ മക്കളും എഴുതിയത്? ഒന്ന് വായിച്ചു നോക്കൂ. ഏകബീജപത്ര സസ്യങ്ങളുടെ ഏതൊക്കെയാണ്? കവുങ്ങ്, തെങ്ങ്, നെല്ല്. ഏതൊക്കെയാണ്? കവുങ്ങ്, തെങ്ങ്, നെല്ല് എന്നിവ ഏകബീജപത്ര സസ്യമാണ്. ദ്വിബീജപത്ര സസ്യങ്ങളുടെ കൂട്ടത്തിൽ ഏതൊക്കെയാണ്? മാവ്, ചെറുപയർ, പ്ലാവ്, കശുമാവ്, പുളി, മത്തൻ എന്നിവ ദ്വിബീജപത്ര സസ്യമാണ്. മക്കൾക്ക് മനസ്സിലായോ? അപ്പോൾ മക്കൾ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കി സ്വയം തിരുത്തി എഴുതണം കേട്ടോ. ഇനി നോക്കൂ മക്കളെ, മാഷ് കുറച്ച് സസ്യങ്ങളുടെ പേര് പറയാം. അത് നിങ്ങൾ ഇതുപോലെ തരംതിരിച്ച് എഴുതണം. ഒറ്റയ്ക്ക് തരംതിരിക്കണം കേട്ടോ. നോക്കിയേ. വെണ്ട, പന, കുമ്പളം, മുള, തക്കാളി ഇവയെല്ലാം നിങ്ങൾ ഏത് ഏകബീജപത്ര സസ്യമാണോ ദ്വിബീജപത്ര സസ്യമാണോ എന്ന് നിങ്ങളുടെ ലിസ്റ്റിൻ്റെ കൂടെ എഴുതി ചേർക്കണം. ഓക്കെ. ഇത് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് ചുറ്റുമുള്ള സസ്യങ്ങളുടെ ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും കൂടി എഴുതി ആ ലിസ്റ്റ് ഒന്ന് വികസിപ്പിച്ച് എഴുതണം കേട്ടോ. അത് വികസിപ്പിച്ച് എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിനും അയച്ചു കൊടുക്കണം. റെഡിയല്ലേ? എല്ലാം മിടുക്കന്മാരും മിടുക്കികളും വേഗം ചെയ്യണം കേട്ടോ. ഇത്രയുമാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഉള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.